ഉണ്ണി മുകുന്ദൻ മാളികപ്പുറം എന്നൊരു സിനിമ അഭിനയിച്ചു. അതിലൊരു പെൺകുട്ടിയും ഒക്കെ ഉള്ള ശബരിമല അയ്യപ്പനെ കാണാൻ ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്നൊരു കുട്ടി ശബരിമലയിൽ പോവുകയും ശബരിമലയിൽ വെച്ച് ആ കുട്ടി ആക്രമിക്കപ്പെടുകയും പിന്നെ അതിനെ രക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അയ്യപ്പ ദർശനം കിട്ടുന്ന രീതിയിലുള്ളൊരു സിനിമ ഉണ്ണി മുകുന്ദൻ ചെയ്തു. പിന്നെ ഉണ്ണി മുകുന്ദൻ പോയിട്ടുള്ള മുഴുവൻ വേദികളിലും അമ്മമാരും സഹോദരിമാരും വയസ്സായവരും ഒക്കെ ഉണ്ണി മുകുന്ദനെ കാണുമ്പോൾ തന്നെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്ന രീതിയിൽ ഒരു ദൈവിക പരിവേഷം കിട്ടിയ ആളായിരുന്നു ഉണ്ണി മുകുന്ദൻ. എന്നാൽ അതിനെയൊക്കെ തച്ചുടയ്ക്കുന്ന രീതിയിൽ വളരെ കൃത്യമായി മറ്റൊരു ഭീകര പോലുള്ള അത് കുട്ടികളിൽ കുറ്റകൃത്യമൊക്കെ ബോധ്യം വരും എന്നുള്ള തോന്നിയിലൊക്കെ ഉണ്ടാകുന്ന ഒരു മാർക്കോ എന്ന് പറയുന്നൊരു സിനിമയിലും പ്രധാനമായിട്ട് അഭിനയിച്ചു. അതിനുശേഷം കുഞ്ഞു കുഞ്ഞു സിനിമകളിലൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ഒരു തർക്കത്തിലേക്ക് പോയിരിക്കുന്നത് ഇൻ്റലിജൻസ് ബ്യൂറോ IBയുടെ ഒരു അന്വേഷണത്തിൻ്റെ നിരീക്ഷണ വലയത്തിലാണ് ഉണ്ണി മുകുന്ദൻ എന്ന് സ്ഥിരീകരിക്കാത്ത വാർത്ത വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം മോദിയെക്കുറിച്ചുള്ള നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള ഒരു സിനിമ എടുക്കുന്നു എന്നുള്ള ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ വയ്ക്കുകയും അതിനുവേണ്ടി 20 കോടി രൂപയുടെ വലിയ മെഗാ ചിത്രം മോഡിയുടെ വരുന്നുവെന്നും അത് ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ വരുന്നുവെന്നും അതിൻ്റെ തയ്യാറെടുപ്പിലാണ് ശാരീരികവും മാനസികവും വിവിധ തരത്തിലുള്ള തയ്യാറെടുപ്പിലാണ് ഉണ്ണി മുകുന്ദൻ എന്നുള്ള വളരെ 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 വലിയ വാർത്ത സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ ആ വാർത്ത തെറ്റാണ് എന്നുള്ള ഒരു മെസ്സേജും വരികയുണ്ടായി. അങ്ങനെ ഒരു സന്ദേശം വന്നപ്പോഴാണ് IB അതിൽ അന്വേഷണം ആരംഭിച്ചത്. ഇപ്പോൾ എന്തായാലും IBയുടെ അന്വേഷണത്തിലാണ്. മോഡിയെ വെച്ചുകൊണ്ടുള്ള ഒരു നോർത്ത് ഇന്ത്യയിലുള്ള ഒരാളായിരുന്നു ഒരു സംവിധായകനായിട്ട് വന്നത്. അദ്ദേഹം ചെറിയ ചെറിയ സിനിമകൾ എടുത്തിട്ടുള്ള സംവിധായകനാണ്. മെഗാ സിനിമകളൊന്നും എടുത്തിട്ടില്ല. എന്തായാലും ഒരു മെഗാ സിനിമ മോദിയുടെ മോദിയെ വെച്ചുകൊണ്ട് മോദിയെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു മെഗാ സിനിമ ആലോചിച്ചു. അതിൽ ഉണ്ണി മുകുന്ദൻ നടനായി വരും എന്നുള്ള വലിയ വാർത്ത പ്രചരിച്ചു. പക്ഷേ അത് ശരിയായ ന്യൂസ് അല്ല എന്നുള്ള അഭിപ്രായവും വന്നുകൊണ്ടിരിക്കുന്നു. ഈ രണ്ടഭിപ്രായവും അത് കറക്റ്റാണെന്നും അല്ലെന്നുമുള്ള സോഷ്യൽ മീഡിയയിലെ സോഷ്യൽ വാറിനിടയിലാണ് IBയുടെ അന്വേഷണം വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അന്വേഷണം നടക്കട്ടെ. തീർച്ചയായിട്ടും ഉണ്ണി മുകുന്ദനെ പോലെയുള്ള സിനിമ ഇപ്പോൾ ശ്രീരാമനായിട്ട് അഭിനയിച്ച അല്ലെങ്കിൽ മഹാഭാരതത്തിൽ അഭിനയിച്ച കൃഷ്ണനായി അഭിനയിച്ചവർ അങ്ങനെ ഒരുപാട് ഈ ദൈവിക പരിവേഷമുള്ള റോളുകൾ അഭിനയിച്ചിട്ടുള്ള നടന്മാരെയും നടികളെയുമൊക്കെ സമൂഹം കാണുന്നത് വേറൊരു കണ്ണുകൊണ്ടാണ്. അതേസമയം പിന്നെ അവർ വന്ന് ഇതുപോലത്തെ സിനിമകളിലൊക്കെ അഭിനയിക്കുകയും കച്ചവട സിനിമകളിലൊക്കെ വരികയൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും ജനങ്ങളുടെ ഇടയിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും മാളികപ്പുറത്തിൽ കിട്ടിയ ഹൈപ്പ് ഉണ്ണി മുകുന്ദന് നിലനിർത്താൻ കഴിഞ്ഞില്ല. പിന്നെ അദ്ദേഹം വേറെ വഴിക്ക് പോയി മാർക്കോയിലൊക്കെ അഭിനയിച്ചു. അത് വലിയ വിവാദമായി. അത് സെൻസർഷിപ്പ് നിരോധിക്കേണ്ട ചിത്രം എന്നൊക്കെ പറഞ്ഞ് വലിയ തർക്കമൊക്കെ നടന്നു. എന്തായാലും അതും പോയി. വേറെ കുഴപ്പമൊന്നും ഉണ്ടാകാതെ അതും കടന്നുപോയി. ഇപ്പോൾ മോദിയുടെ പേരിലാണ് പുതിയ വിവാദം വന്നിരിക്കുന്നത്. ഇത് IBയുടെ അന്വേഷണത്തിൽ തെളിയുമോ എന്നുള്ളതാണ് നാം കാത്തിരുന്നു നമുക്ക് മനസ്സിലാക്കാനുള്ള പുതിയ വിഷയം.